പ്രാവുകൂട്ട് ഷാപ്പിനെ കുറിച്ച് 2 വാക്ക്. ചെറിയ ഷാപ്പ്. അത് കൂലി ഫിലിമിന്റെ വക്കീലാണ്. തെറ്റിപ്പോയില്ല, അതുപോലെ തുറന്നു ചെയ്യാനൊക്കെ പറ്റും. അതാണ് വെറുതെ വളരെ ആവശ്യമില്ല. അത് കാണാനായിട്ട് ഒരു ബൈക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല, കാണിച്ചാൽ ഞാൻ പറയട്ടെ. ഇതില് 5 മെയിൻ ഡയറക്ടേഴ്സ് ആണുള്ളത്. അമ്പുക്ക, ഷൈജുക്ക, ശ്രീരാജന്റെ ഡയറക്ടർ, അങ്ങനെ സൗഭിക്കും പേശാനുണ്ട്. പക്ഷെ ഇവരാരും അങ്ങനത്തെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടില്ല. ശ്രീരാജന് ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര സംഭവമായിട്ടാണ് തോന്നിയത്. ഈ ഒരു മൂവിയില് ഈ സ്റ്റോറി അല്ലാണ്ട് ആകർഷിച്ച മറ്റൊരു ഘടകം എന്തായിരിക്കും? ഇതില് സ്റ്റോറി ഫസ്റ്റ് സ്റ്റോറി തന്നെ. പിന്നെ ഇതിലെനിക്ക് വായിച്ചപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിലെ ഡയലോഗ്സും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ കട്ട് പോകുന്ന രീതികളുണ്ടല്ലോ, അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. പിന്നെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഉള്ള കുറേ ചെറിയൊരു 2 ടൈപ്പ് ആളുകളാണല്ലോ, ഓരോരോ ക്യാരക്ടേഴ്സ്. അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു പുതിയൊരു എഡിറ്റിംഗ് പാറ്റേണും ആണല്ലോ. മൊത്തത്തിൽ കഥ തുടങ്ങി പിന്നെ അങ്ങനെ പോയി പിന്നെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന അത് ആദ്യം തന്നെ കേട്ടപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് ഇതിലെ ക്യാരക്ടറിൻ്റെ ലുക്കും ഇങ്ങനത്തെ ഒരു മാൻഡ്രോസും കേട്ടാൽ ഇപ്പോൾ ഭയങ്കര കുറച്ചും കൂടി കാരണം സ്ഥിരം ചെയ്യുന്നതിൽ വ്യത്യാസമായിട്ടുള്ളൊരു രൂപവും ഭാഷയും ശൈലിയുമാണല്ലോ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ കഥ കേട്ട അമ്പുക്കാർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി എല്ലാവരും ഒന്നപ്പോൾ ഇഷ്ടമായി. ചോദിച്ചാൽ അതിൽ ഇൻപുട്ട് അങ്ങനെ ഉണ്ടായില്ല. സ്ക്രിപ്റ്റിൽ തന്നെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോദിക്കുന്നതിന് കറക്റ്റായിട്ടുള്ള ഡൗട്ടും കറക്റ്റായിട്ടുള്ള ആൻസറും വരുന്നതുകൊണ്ട് വലിയ ഇതുണ്ടായില്ല. കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം. അതിലെ ഡിസ്കഷൻ എല്ലാവരും ഉണ്ടല്ലോ, ഷൈജിയും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ എന്തെടുത്താണെങ്കിൽ നാളെ എടുക്കാൻ പോകുന്ന സീനെ കുറിച്ച് ഡിസ്കഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുറേ ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മൾ പിറ്റേ ദിവസം സെറ്റ് വന്നിട്ട് അധികം ഡിസ്കഷൻ വരും. നൈറ്റ് തന്നെ അതിലൊരു രൂപം ഉണ്ടായിരുന്നു. സൗബിൻക്ക് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൂലിയിലാണ് ലോകേഷ് കനകരാജിന്റെ കൂടെ. അതിനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് ഒന്ന് പറയാമോ? ഇത് തന്നെ ഇത് നമ്മളെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞ് ഇനിയൊരു 1.5 മാസം കൂടി ഉണ്ട്. കുറച്ച് നാളായിട്ട് ഒരു 4-5 മാസമായിട്ട് കൂലി ഫിലിമിൻ്റെ വർക്കിലാണ്. പിന്നെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതിൽ ഉള്ള കാസ്റ്റും അതിൽ ക്രൂവും അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ഭയങ്കര കൊതിയാവുന്നു പിന്നെ ഒരു പടം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കൂലി മൂവി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഡയറക്ഷനിലോട്ട് മാറാന്നുള്ളത്, ഡയറക്ഷൻ ചെയ്യാനുള്ളൊരു പരിപാടി. മെയിൻ റോളാണോ രജനീകാന്തിൻ്റെ കൂടെ? അതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. കുറേ ക്യാരക്ടേഴ്സ് മെയിൻ റോളാണ്. അതിപ്പോൾ ഒന്നും പുറത്തു പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ്. ഗാങ്സ്റ്റർ മൂവിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതന്നെയാണ് ആരാ പറഞ്ഞത്? അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ലെയേഴ്സ് ഉണ്ട്, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഞാനതിൽ കുറേ കഥ പറയുമ്പോൾ തന്നെ നമ്മളത്തെ ഓരോരോ സീക്വൻസ് പറയുമ്പോൾ തന്നെ പല പല ചേഞ്ച് ചെയ്ത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്ക്രിപ്റ്റിലും മാറി മാറി ഭയങ്കര രസമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ എന്താ പറയുക, വേറെ രീതിയിലുള്ള ലോകേഷ് കനകരാജിൻ്റെ വേറെ രീതിയിലുള്ള മൂവിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രജനി സാറിൻ്റെ കാലൊക്കെ പെർഫോമൻസാണ്. എല്ലാവരും അടിപൊളിയായിരിക്കും. ഡ്യൂക്കിന്റെ കൂടെയാണ് ഞാൻ അടുത്ത ഡയറക്ഷനായിട്ട് വരുന്നത്. അത് എന്താണ് 2025 സ്റ്റാർട്ട് ചെയ്യാൻ ഈ വർഷം മതി. കൂലി മൂവി കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടി ഡയറക്ഷനിലോട്ട് കയറി. അതിന്റെ ജോണർ എന്തെങ്കിലും റിവീൽ ചെയ്യാൻ പറയാം, സമയമുണ്ട്. എന്തോരം ഗംഭീരമായിട്ട് ചെയ്തതിനു ശേഷം മറ്റൊരു സ്ഥാനം തൃശ്ശൂർ സ്ഥാനമാണ് ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പം എത്രത്തോളം പ്രയാസകരമായിരുന്നു, അതേപോലെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? സ്ലാങ് പിടിക്കണം. സ്ലാങ് ആ ശ്രീരാജ് തൃശ്ശൂരുകാരനായതുകൊണ്ട് സെറ്റിൽ വന്ന് 2 ദിവസം കഴിയുമ്പോൾ തന്നെ പിന്നെ നമ്മൾ അതിലേക്ക് എല്ലാം തൃശ്ശൂരാണ്. അപ്പം പെട്ടെന്ന് നമ്മൾ അതിൻ്റെ കൊണ്ട്
പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. കുറേ അവരുമായിട്ട് അങ്ങനെ സംസാരിച്ച് വരുമ്പോഴേക്കും പിന്നെ ഡബ് ചെയ്യാനൊക്കെ കുറേ പണിയെടുത്തു. കുറേ ദിവസം ഡബ് ചെയ്തു. അങ്ങനെ എളുപ്പത്തിലൊന്നും ഡബ് ചെയ്ത് പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഡബിലും പിന്നെ ലൊക്കേഷനിലൊക്കെ ഉള്ള അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ തന്നെയാണ്. അങ്ങനെയാണ് തൃശ്ശൂരിലേക്ക്. എന്നാലും ഭയങ്കര കംപ്ലീറ്റ് പക്കാ തൃശ്ശൂരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പറയുന്ന നമുക്ക് വിചാരിക്കും ഭയങ്കര തൃശ്ശൂരാണ്, പക്ഷെ ശരിക്കുള്ള തൃശ്ശൂരുകാർ പറയണത് തൃശ്ശൂരാണോ അല്ലയോ. അതുകൊണ്ട് തൃശ്ശൂര് കണ്ടത് ഒരു മീഡിയത്തിലൊരു തൃശ്ശൂർ കണ്ടിട്ടുണ്ട്. പടത്തിന്റെ പേര് പ്രാവൻകൂട് ഷാപ്പ് എന്നുള്ള പേര് എങ്ങനെയാണ് പേരിലേക്ക് എത്തുന്നത്? പ്രാവൻകൂട് ഷാപ്പ് എന്നുള്ള പേരിലേക്ക് എനിക്ക് ഡയറക്ടർ പറഞ്ഞിരുന്നു. അതൊക്കെ ഡയറക്ടറുടെ മണി തൃശ്ശൂർ മാപ്രാണ സ്ഥലം ഉണ്ട്, അവിടെ പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് ഒറിജിനൽ. അത് ശ്രീരാജിന്റെ അമ്മ വീട് നെടുമ്പാട് എന്ന് പറഞ്ഞാൽ മാപ്രാണത്തിനടുത്തുള്ള നെടുമ്പാട് എന്ന സ്ഥലമാണ്. അവിടെ സംഭവിച്ച ഇതല്ല. മാപ്രാണം ഷാപ്പ് എന്ന് പറയുന്നത്, പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറയുന്നത് ഫേമസ് ആണ്. അവിടുത്തെ കറികളും സംഭവങ്ങളും നല്ല അവിടുത്തെ ഫേമസ് ആണ്. ഇപ്പോ അത് ഇല്ലെന്ന് തോന്നുന്നു, ഓപ്പൺ ഉണ്ടായിരുന്നില്ല. ഷാപ്പിൽ പോകുന്നവരോട് പറയാൻ പ്രാവൻകൂട് ഷാപ്പിനെ കുറിച്ച് 2 വാക്ക്. അതൊരു ചെറിയ ഷാപ്പ്. അത് മാപ്രാണത്ത് നിന്ന് നെടുമ്പാൽ റൂട്ടിൽ പോണ സമയത്ത് ഒരു പാടത്തിന്റെ നടുവിൽ, പാടത്തിന്റെ നടുവിലുള്ള ഒരു ചെറിയ പാടത്തിന്റെ നടുവിൽ 4 പില്ലറിൽ ഉയർത്തപ്പെട്ട എനിക്കൊന്ന് ഒരു 20 ഇഞ്ച് അല്ല, ഞാനൊരു പഴയ വീട് പണി അങ്ങനെ ആയതുകൊണ്ട് അതിനെ കാണുന്നുള്ള സ്ട്രക്ചർ നോക്കില്ല, അതിന് പ്രത്യേക സ്ട്രക്ചർ. അതുകൊണ്ടാണ് കറിയിലല്ലാത്ത കറികളുണ്ട്, പക്ഷെ അതിനേക്കാളും നല്ല ഷാപ്പ് പണ്ടത്തെ മാപ്രാണ ഷാപ്പ് എന്ന് പറയും. ഇതൊരു ബീഫ് ഷാപ്പ് മാതിരിയായിരുന്നു, പക്ഷെ അത് ഇതിന്റെ പേര് വളരെ രസകരമായിട്ടുള്ള പേരായിരുന്നു. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കായിരുന്നു പാടത്തിന്റെ നിലവിലുള്ളത്. സന്തോഷമായി. കോഴിയിൽ അഭിനയിച്ചിട്ട് ഒരു പടം കഴിയുമെന്ന് പറഞ്ഞു. ബേസിൽ ചേട്ടന് എങ്ങനെയാണ് ഇപ്പൊ ഇത്രയും കാലം സക്സസ് കൊടുത്തതുകൊണ്ട് ഇങ്ങനെ പടം പിടിക്കുമോ? ഉറപ്പായിട്ടും സമയമുണ്ടെങ്കിലും അത് നല്ലതുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഒരുമിച്ച് ചെയ്യും. സന്തോഷിക്കുള്ളൂ നിങ്ങളെ അല്ലേ? ചെമ്പൻചേട്ടൻ ചെമ്പൻചേട്ടൻ അവിടെ വന്നിട്ടില്ല. ചെമ്പൻചേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യാം? ചെമ്പൻചേട്ടനെ കുറിച്ച് 2 വാക്ക്. ചെമ്പൻചേട്ടനെ കുറിച്ച് ഞാൻ 2 വാക്ക് പറയണോ? എനിക്ക് മനസ്സിലായില്ല എന്താ ചോദ്യം. ചെമ്പൻചേട്ടനായിട്ട് ഞാൻ അഭിനയിക്കുന്ന 4ാമത്തെ 5ാമത്തെ സിനിമയാണ്. എനിക്ക് ചെമ്പോസ്കി പ്രൊഡക്ഷൻസിൽ തന്നെ ഞാൻ 2 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. സുലേഖ മൻസൻ എന്ന് പറഞ്ഞ പടം, പിന്നെ ഭീമന്റെ വഴി എന്ന് പറഞ്ഞ പടം. അതിനു മുമ്പ് മെമ്പർ രമേശ് അമ്പലവാൾ എന്ന് പറഞ്ഞ പടം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ചെമ്പൻചേട്ടൻ എനിക്ക് എന്താ പറയുക, ഒരു ചേട്ടനെ പോലെ തന്നെയാണ്. വളരെയധികം സന്തോഷമാണ്. ഇനിയൊരു 100 പടം ചെമ്പൻചേട്ടൻ്റെ ഒപ്പം അഭിനയിക്കാൻ വളരെയധികം സന്തോഷമുള്ളൂ. അതല്ലേ എന്താ എനിക്ക് ചോദ്യം മനസ്സിലായില്ല. ചെമ്പൻചേട്ടനെ കുറിച്ച് ഞാൻ എന്താ അഭിപ്രായം പറയണ്ടത്? നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരാളല്ലോ. ഞാൻ ബേസിൽ ബ്രോഡറാണ് ചോദിച്ചത്. മൈക്ക് എന്താണ് കോമ്പിനേഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ വന്നിട്ടില്ലല്ലോ ചെമ്പൻചേട്ടനായിട്ട്. എനിക്ക് ഈ സിനിമയിൽ ആക്ച്വലി അധികം കോമ്പിനേഷൻ ഇല്ലായിരുന്നു. 1-2 സീനുകൾ ഉണ്ടായിരുന്നു. കോമ്പിനേഷൻ മൊത്തം സൗദിക്കായിട്ടായിരുന്നു. എനിക്ക് ഭയങ്കര രസമായിരുന്നു. ചെമ്പൻചേട്ടനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്, ഒരുമിച്ച് അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്ക് സിനിമയിൽ കണ്ടിട്ടുള്ള ചെമ്പൻചേട്ടൻ തന്നെയാണ് നേരിട്ട് കാണുമ്പോഴും. പക്ഷെ ഭയങ്കര രസമാണ്, സംസാരിച്ച് കഴിയുമ്പോഴൊക്കെ നല്ല രസമാണ്. പിന്നെ നമുക്ക് ഇത് പറയുന്ന പോലെ എല്ലാവരും പരിചയമുള്ള സർക്കിളുകളൊക്കെ എപ്പോഴും എല്ലായിടത്തും കാണുന്ന, അല്ലാതെ തന്നെ മുമ്പ് പലതവണ കണ്ടിട്ടുള്ളതാണ്. ഒരുമിച്ച് വർക്ക് ചെയ്ത് ആദ്യമായിട്ടാണെന്നേ ഉള്ളൂ. നല്ല രസമുള്ളൊരു മനുഷ്യനാണ്. നല്ല സംസാരിച്ചിരിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ
വർക്ക് ചെയ്തപ്പോഴും എനിക്ക് ആ 2 സീൻ്റെ എക്സ്പീരിയൻസ് ഉള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടൊന്നും പറയാനില്ല. പക്ഷെ നല്ല രസമായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. ഇതിലെ ഒരു വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സിലൊന്നാണ് MLA. സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് അതിൻ്റെ ചെറിയ ചെറിയ മാനേഴ്സുകളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മന്ത്രിയുടെ പേരത്ത് വിട്ടു. അപ്പോൾ ഈ ബേസിൽ ശാപം വിട്ടുപോകാൻ എന്താണ് ഒരു മാർഗം എന്താണ്? അതിനുള്ള പ്രതിവിധികൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൊറോണ വന്നാൽ ചിലപ്പോൾ ഷേക്കാൻ അല്ല, അതിപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എൻട്രിക്ക് പറ്റി കേട്ടിട്ട് വരും. എല്ലാവരും കയറിക്കൊണ്ടിരിക്കുക. അല്ല, പ്രേക്ഷകർ ആയിരിക്കുന്നത് ആ യൂണിവേഴ്സിലേക്ക് ജാൻ ചേട്ടനും കൂടി വരണമെന്ന് ആഗ്രഹമുണ്ട് പല. പ്രേക്ഷകരോട് അപ്പൊ എല്ലാരും എന്താ പറയാ, ഒരു വേറിട്ട ഒരു സിനിമയാണ് ഈ പറയുന്ന ഒരു മിസ്റ്ററി സസ്പെൻസ് ത്രില്ലർ. അതിൽ ചെറിയ ഡാർക്ക് കോമഡി ഒക്കെ ആയിട്ടുള്ള ഒരു ജോണറിലാണ് സിനിമ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കുക. ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഈ സിനിമയിൽ ശ്രീരാജ് ശ്രമിച്ചിരിക്കുന്നത്. ഒരു കൺവെൻഷണൽ സ്റ്റോറി ടെല്ലിംഗ് അല്ല എന്ന മൊത്തത്തിൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതിനനുസരിച്ച് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള നല്ല സിനിമാറ്റോഗ്രാഫിയും മ്യൂസിക്കും എഡിറ്റും സൗണ്ട് ഡിസൈനും കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം പിന്നെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസസും ഒക്കെ ആയിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.